ഒപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കം ഇന്നലെ അവിടെ എത്തിയിരുന്നു, പരിക്കേറ്റവരെ സന്ദർശിച്ചിരുന്നു, മരണപ്പെട്ടവരുടെ ബന്ധുക്കളെ സന്ദർശിച്ചിരുന്നു. അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ നിൽക്കുമ്പോൾ സാജിദിന് മനസ്സിലാക്കുന്നത് ഈ അപകടം ഉണ്ടായ സ്ഥലത്തെ പറ്റി ഒന്നുകൂടെ പറയാമോ? പ്രത്യേകിച്ച് പോലീസ് 10,000 പേരെ പങ്കെടുപ്പിക്കാൻ കഴിയും എന്ന് പറയുന്ന ഒരു സ്ഥലം, സാധാരണ 10,000 പേരെ പങ്കെടുപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു സ്ഥലം നമുക്കറിയാം, ഒരു ഗ്രൗണ്ടോ സ്റ്റേഡിയവുമാണ്. പക്ഷേ ഞെട്ടിക്കുന്ന വസ്തുത ഒരു റോഡാണ് ഇത്, അതും ഒരു ഹൈവേയുടെ ഇരുവശവും. അപ്പോൾ ഈ പരിപാടി നടത്തിയ സ്ഥലം ഒന്ന് വിശദമായി തന്നെ ഒന്ന് കാണിക്കാമോ? ഷിജു ചുജോന്ന് പറയുമോ? തീർച്ചയായും ഈ കാണുന്നത് ഈ കോയമ്പത്തൂരിൽ നിന്ന് കരൂരിലേക്ക് പോകുന്ന റോഡാണ്. ഈ 10,000 ആളുകൾക്കുള്ള പെർമിഷൻ നൽകുന്നത് പോലീസ് തന്നെയാണ്. ആ 10,000 ആളുകൾക്കുള്ള സ്ഥലത്തിന്റെ വലിപ്പം എന്ന് പറയുമ്പോൾ ഈ ബോക്സ് എല്ലാം വെച്ചിരിക്കുന്ന ഈ സ്ഥലം, അതോടൊപ്പം തന്നെ അതിന് തൊട്ട് അപ്പുറത്തായി നിൽക്കുന്ന റോഡിന്റെ ഇരുവശങ്ങളുമാണ് ഇവർ ഈ 10,000 ആളുകൾക്കുള്ള സ്ഥലമായിട്ട് പറഞ്ഞിരുന്നത്. അത് ഈ 10,000 പോലീസ് തന്നെ അനുവദിച്ച് നൽകിയതാണ് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. അതിന് ശേഷം ഇത് കൂടാതെ എത്രയോ ആയിരങ്ങൾ 10,000 വീണ്ടും ഇങ്ങോട്ട് എത്തി. അതുകൊണ്ട് ആണ് ഈ അപകടം ഉണ്ടായത്. അപകടം ഉണ്ടാകുന്നതിന് പ്രധാനമായും 3 കാരണങ്ങളാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആളുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ഈ വിജയ് എത്താൻ ഏറെ സമയം എടുത്തു എന്നുള്ളതാണ്. വിജയ് എത്തുന്നതിന് ഒരുപാട് സമയം എടുത്തു. അതിന് ശേഷം ഈ ആളുകൾ വലിയ തോതിൽ ഇങ്ങോട്ട് ഈ ശശികലയാണ് ഇങ്ങോട്ട് വരുന്നത്. നമുക്കറിയാം ADMKയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ജയലളിതയുടെ ഒരു കാലത്ത് ജയലളിതയുടെ വലങ്കൈയായിരുന്ന, പിന്നീട് ജയലളിതയുമായി ഈ തെറ്റുകയെല്ലാം ചെയ്തിരുന്ന ഈ ശശികലയാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. ഒരു കാലത്ത് തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമായിരുന്നു അവർ. എന്തായാലും ഈ സംഭവ സ്ഥലം സന്ദർശിക്കാനായി വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ വിജയ് ഈ ആൾക്കൂട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് ഈ സാധാരണഗതിയിൽ അദ്ദേഹം ആൾക്കൂട്ടത്തെ കാണുമ്പോൾ തന്നെ കാരവന് മുകളിലേക്ക് കയറി കൈവീശി അഭിവാദ്യം ചെയ്യാറുണ്ട്. അങ്ങനെ അഭിവാദ്യം ചെയ്യുന്ന സമയത്ത് ആൾക്കൂട്ടം അതിൽ ആർപ്പ് വിളികൾ നടത്തുക എന്നുള്ളത് ഈ സ്വാഭാവികമാണ്. പക്ഷെ ഇന്നലെ അങ്ങനെ ഉണ്ടായില്ല. അതുകൊണ്ട് ഈ ഞാൻ നിൽക്കുന്നതിന്റെ ഏതാണ്ട് 1.5 കിലോമീറ്റർ അപ്പുറത്ത് ഉള്ള ആളുകൾ പോലും ഇങ്ങോട്ട് വലിയ തോതിൽ തള്ളിക്കയറുന്ന, ഇരച്ച് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. മറ്റൊന്ന്, ഈ മരത്തിന് മുകളിൽ ആളുകൾ കയറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മരം പൊട്ടി വീണ് അപകടം ഉണ്ടായ ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അങ്ങനെ കുറച്ച് ആളുകൾ വീണു. മറ്റൊന്ന്, ഈ 7 മണിയോടുകൂടി ഇദ്ദേഹം എത്തിയതിന് ശേഷം ഈ ആളുകൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ട് എന്ന് കണ്ട് വിജയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരും വെള്ളം കുപ്പികൾ ഇട്ട് നൽകുന്നുണ്ട്. ഈ വെള്ളക്കുപ്പി ഇട്ട് നൽകിയതോടുകൂടി ഇത് കുടിക്കുവാൻ വേണ്ടി മണിക്കൂറുകളായി ആഗ്രഹിച്ച് ദാഹിച്ച് കാത്തു നിൽക്കുന്ന ആളുകൾ ഇതിനു വേണ്ടി വലിയ പിടിവലി കൂടുകയും അങ്ങനെ കുറെ ആളുകൾ മരിക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ ഈ അഴുക്കുചാലിലേക്ക് ആളുകൾ വീണു. അങ്ങനെ ഈ കുട്ടികൾ ഉൾപ്പെടെ മലിന ജലം കെട്ടിക്കിടക്കുന്ന അഴുക്കുചാലിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ ശശികല ഇങ്ങോട്ട് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ, അതായത് തമിഴ്നാട് മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഉപമുഖ്യമന്ത്രി അടക്കം നിരവധി ആളുകൾ ഈ ആശുപത്രിയിലേക്കും മറ്റും എത്തിയിരുന്നു. ഇപ്പോൾ എന്തായാലും ADMKയുടെ ഒരു വലിയ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ശശികലയാണ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. അവർ ഈ സംഭവ സ്ഥലം എല്ലാം തന്നെ സന്ദർശിക്കാൻ പോവുകയാണ്. സന്ദർശിക്കുന്നതിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവർക്കൊപ്പം വലിയ ഒരു അവരുടേതായ സംവിധാനങ്ങളും ഉണ്ട്. വലിയ പാർട്ടി പ്രവർത്തകരും മറ്റ് സംവിധാനങ്ങളോടുകൂടി തന്നെയാണ് ഈ ശശികല ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ചിന്നമ്മ എന്ന് ആണ് അവരെ കുറിച്ച് പറയാറുള്ളത്.
നേരത്തെ അത് ജയലളിത അമ്മയും ഇവർ ചിന്നമ്മയുമായിരുന്നു. പിന്നീട് അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നത് ഈ തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയുന്നവർക്ക് കൃത്യമായി അറിയുന്നതാണ്. എന്തായാലും ആ ചിന്നമ്മ എന്ന ഈ ശശികലയാണ് ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അവർ കാറിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്യും. ഈ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ADMKക്ക് വലിയ ക്ഷീണമാണ് ഈ വിജയുടെ ഈ പാർട്ടി ഉണ്ടാക്കിയത് എന്ന് പറയേണ്ടി വരും. കാരണം ജയലളിതയുടെ മരണത്തിന് ശേഷം ഈ പാർട്ടി അത്ര ശക്തമല്ലാത്ത രീതിയിൽ പലതരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളിൽ കലഹിച്ചു നിൽക്കുന്നു. അതിനിടയിലേക്ക് ഈ ദ്രാവിഡ രാഷ്ട്രീയം തന്നെ പറഞ്ഞുകൊണ്ട് ആണ് വിജയ് മുന്നോട്ട് പോകുന്നത്. ആ ദ്രാവിഡ രാഷ്ട്രീയം പറഞ്ഞ് വിജയ് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഈ ഗുണം അദ്ദേഹത്തിന് ഉണ്ടാവുകയും ഈ പല പ്രതിസന്ധികളും ADMKക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ട് എന്നതിൽ സംശയമില്ല. എന്തായാലും ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി അതിന് പല മാറ്റങ്ങളും വരും. ഈ ADMK കൂടുതൽ ഈ ശക്തമായ ഒരു സാന്നിധ്യത്തിലേക്ക് പോകാനുള്ള ശ്രമം നടത്തും എന്നതിലൊന്നും സംശയമില്ല. അവർ ഈ പുറത്തേക്ക് ഇറങ്ങുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ചിന്നമ്മ വെളിയിൽ വരുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എന്തായാലും നിറയെ ആളുകൾ അവരെ കാണാനായി അഭിവാദ്യം അർപ്പിക്കാനായി നിൽക്കുകയാണ്. ഈ രീതിയിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ഒരു സ്ഥാനമുണ്ടായിരുന്ന ഒരു വലിയ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ADMKയുടെ നേതൃനിരയിൽ ഇപ്പോഴും നിന്നിരുന്ന ജയലളിതയുടെ അടുത്ത അനുയായിയായിരുന്നു ചിന്നമ്മ. അവരും ഈ അപകട സ്ഥലത്ത് എത്തിക്കാനെത്തി. ശശികലയും അപകട സ്ഥലത്ത് എത്തിയിരിക്കുന്നതിന്റെ വിവരങ്ങളാണ് സാജിദ് അജ്മൽ ഇപ്പോൾ അവിടെ നിന്നും നൽകിക്കൊണ്ടിരിക്കുന്നത്.